നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിലെ വിവിധ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾക്ക് രാജാക്കാട്ടിൽ തുടക്കമായി. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാടിന് സമീപം കളീക്കൽപ്പടിയിൽ വശമിടിഞ്ഞ അപകടാവസ്ഥയിലായ ഭാഗം നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 1.64 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഓണാഘോഷത്തിന് വീണ്ടും തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ വിവിധ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഫ് റോഡ് സവാരി കേന്ദ്രങ്ങളിൽ അപകടകരമായി വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് നടപടി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ഓഫ് റോഡ് സവാരികൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ച ദൃശ്യങ്ങൾ. കനത്ത മഴയിൽ റോഡ് ഏതാണ്ട് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യമാണ്. ഇവിടെ കാണാം ഡ്രൈവർ വാഹനമോടിച്ച് കയറ്റുന്നത്. വാഗമണ്ണിന് സമീപമുള്ള ദൃശ്യങ്ങളാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിവരം. തൊട്ടടുത്തായി കീഴ്ക്കാന്തൂക്കായ കൊക്കയാണ്. മുകളിലേക്ക് ഓടിച്ചു കയറ്റി വാഹനം ചെളിയിൽ കയറി തിരിഞ്ഞ ശേഷം പുറകോട്ടുരുളുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പുല്ലിൽ കയറി വാഹനം നിന്നതിനാലാണ് അപകടം ഒഴിവായത്. അധികൃതർ മുമ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ചില തൽപര കക്ഷികളുടെ ഇടപെടലാണ് വീണ്ടും അനധികൃത സവാരി നടത്തുവാൻ കാരണമാകുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് അടുത്ത ദിവസം തന്നെ വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും വിളിച്ചുവരുത്തി വിശദീകരണം തേടുവാൻ ഒരുങ്ങുകയാണ്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അനധികൃതമായി നടക്കുന്ന ഓഫ് റോഡ് സവാരികൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾക്ക് രാജാക്കാട്ടിൽ തുടക്കമായി. സാംസ്കാരിക റാലിയോടെ ആരംഭിച്ച പരിപാടി നാളെ സമാപിക്കും. സാംസ്കാരിക റാലിയും സമ്മേളനവും അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിലും നിരവധി പേർ പങ്കെടുത്തു. നമ്മുടെ നാട് നമ്മുടെ ടൂറിസം എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന സർക്കാരും DTPCയും രാജാക്കാട് ഗ്രാമപഞ്ചായത്തും ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ആഘോഷത്തിന് രാജാക്കാട്ടിൽ തുടക്കമായി. മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള മലയോര മേഖലയിലെ പഞ്ചായത്തുകളിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മേഖലയിലെ ചെറുതും വലുതുമായ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും കോർത്തിണക്കിയുള്ള പദ്ധതികൾ നടത്തുന്നതിനായിട്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മൂന്നാറിനും തേക്കടിക്കും ഇടയിലുള്ള രാജാക്കാട് സെന്ററിനെ തിരഞ്ഞെടുത്തത്. ടൂറിസം പ്രോജക്റ്റുകൾ വികസിപ്പിക്കുവാനും ഈ മേഖലയിൽ ടൂറിസം പ്രോജക്റ്റുകൾ വികസിപ്പിക്കുവാനും ഒരുങ്ങുകയാണ്. രാവിലെ വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും രാജാക്കാട് ടൗണിലേക്ക് നടന്ന സാംസ്കാരിക റാലി അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയതായി രൂപീകരിച്ച ഇടുക്കി ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടത്തി. റാലി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്തു. നാളെയുമായി രാജാക്കാട് പഞ്ചായത്തിൽ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി നമ്മുടെ പരിപാടികൾ നടക്കുകയാണ്. നാളെ വിവിധങ്ങളായ മത്സരങ്ങൾ എന്താ പറഞ്ഞ നമ്മുടെ 2 വീലർ മോട്ടോർ ബൈക്കിന്റെ സ്ലോ റേസ്, അതുപോലെ തന്നെ സൈക്കിൾ സ്ലോ റേസ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനു മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് സ്വാഗതവും വിപിൻസി അഗസ്റ്റിൻ നന്ദിയും രേഖപ്പെടുത്തി. VS ബിജു, ജെയിംസ് തെങ്കുടി, സിബി കൊച്ചുവള്ളാട്ട്, ജോഷി കന്യാക്കുഴി എന്നിവർ പ്രസംഗിച്ചു. കനത്ത മഴയിലും നിരവധി പേർ റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തു. നാളെ രാവിലെ 9 മണി മുതൽ അത്തപ്പൂക്കള മത്സരം, ബൈക്ക് സ്ലോ റൈസ്, സൈക്കിൾ സ്ലോ റൈസ്, മുളയിൽ കയറ്റം, കലം തല്ലിപ്പൊട്ടിക്കൽ തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തും. ഉച്ചകഴിഞ്ഞ് 3-ന് അഖില കേരള വടംവലി മത്സരവും 6:30-ന് സാംസ്കാരിക സമ്മേളനവും നടക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS ഓണ സന്ദേശം നൽകും. ജനറൽ കൺവീനർ ബെന്നി പാലക്കാട്ട് സ്വാഗതവും
പഞ്ചായത്ത് സെക്രട്ടറി CS അനന്തകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ R അജീഷ് കുമാർ, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, കൺവീനർ VS ബിജോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, റിസോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിക്കും. രാത്രി 7-ന് എറണാകുളം സിറ്റീസ് മ്യൂസിക് ഫ്യൂഷൻ ടീമിന്റെ DJ പരിപാടിയും നടക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജക്കാടിന് സമീപം കളിക്കൽപ്പടിയിൽ വശമിടിഞ്ഞ അപകടാവസ്ഥയിലായ ഭാഗം നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 1.64 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. സേനാപതി MLA ഇടപെട്ടാണ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് അനുവദിച്ചത്. സാങ്കേതിക അനുമതി കൂടി ലഭ്യമായാൽ ഉടൻ തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. 146.67 കോടി രൂപ മുടക്കിയാണ് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് നിർമ്മിച്ചത്. റോഡ് നിർമ്മിച്ച് 1 വർഷം തികയും മുമ്പ് 2024 ഒക്ടോബറിൽ ഇവിടെ ക്രാഷ് ബാരിയർ ഉൾപ്പെടെ റോഡിന്റെ ഒരു ഭാഗം 30 അടിയിലേറെ താഴ്ചയിലുള്ള പാടത്തേക്ക് ഇടിഞ്ഞു താഴ്ന്നു. അതിനുശേഷം ഇവിടെ റിബൺ ഉപയോഗിച്ച് തിരിച്ചിട്ടതല്ലാതെ അപകട ഭീഷണി ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ വകുപ്പ് മന്ത്രി വരെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചു. ഉടുമ്പൻചോല ഗ്യാപ്പ് റോഡിൽ രാജാക്കാട് ടൗണിനടുത്ത് കളീക്കൽപ്പടി ഭാഗത്ത് പ്രകൃതിക്ഷോഭത്താൽ ഇടിഞ്ഞുപോയ ഭാഗം നന്നാക്കുന്നതിന് വേണ്ടി 1,64 ലക്ഷം രൂപയുടെ AS അത് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിന്റെ TS-ഉം അതോടൊപ്പം ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് ആ പണി ആരംഭിക്കും എന്നുള്ള വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. 1,64 ലക്ഷം രൂപയുടെ സാങ്ഷനാണ് AS ആണ് കിട്ടിയിരിക്കുന്നത്. സേനാപതി വേണു MLA മുൻകൈയെടുത്താണ് റോഡിന്റെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചത്. സിറ്റി വിഷൻ, രാജാക്കാട്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഓണാഘോഷത്തിന് വീണ്ടും തുടക്കം. കരിമ്പൻ ടൗണിൽ നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അറിയിച്ചു. രാവിലെ 9 മണിക്ക് ആഘോഷ പരിപാടികൾ ആരംഭിക്കും. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഓണാഘോഷ പരിപാടികൾ ഈ വർഷം പുനരാരംഭിച്ചതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പറഞ്ഞു. ഇടുക്കി ജില്ലാ ടൂറിസം വാരാഘോഷ കമ്മിറ്റിയും കരിമ്പൻ പൗരാവലിയും സംയുക്തമായി കരിമ്പൻ ടൗണിൽ നാളെ ഓണാഘോഷം സംഘടിപ്പിക്കും. രാവിലെ 9-ന് മത്സര പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഓണം ടൂറിസം വാരാഘോഷവും കരിമ്പൻ പൗരാവലിയും സംയുക്തമായി നടത്തപ്പെടുന്ന ഓണാഘോഷ പരിപാടികൾ നാളെ 9 മണി മുതൽ കരിമ്പൻ ടൗണിൽ നടത്തപ്പെടുകയാണ്. കരിമ്പൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെയും കരിമ്പനിലെ HMT ഒക്കെ ഉൾപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളും കൂടി നാളെ നടത്തപ്പെടുന്നുണ്ട്. ഓണം ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വടംവലി മത്സരം നാളെ 11 മണിക്ക് കരിമ്പൻ ടൗണിൽ നടത്തപ്പെടുന്നതാണ്. വടംവലി, തടിച്ചുമട്, പഞ്ചഗുസ്തി ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. കരിമ്പൻ മർച്ചൻ്റ് അസോസിയേഷനും HMDAയും സംയുക്തമായി ഉച്ചയോടെ പായസ വിതരണവും നടത്തും. മത്സരങ്ങളിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ബിജു നിള, പൊതുപ്രവർത്തകരായ ഷിൻ ജോസഫ്, ഡൊമിനിക് പൂവത്തിങ്കൽ, ബാബു പാലിക്കൽ, ജേക്കബ് പിണക്കാട്ട തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഇടുക്കി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും CDSന്റെയും നേതൃത്വത്തിൽ ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കിറ്റ് വിതരണം നടത്തി. രാജാക്കാട് പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ വെച്ചാണ് കിറ്റ് വിതരണം നടത്തിയത്. CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത് TK, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി ബേബി, വാർഡ് മെമ്പർമാരായ ജോഷി കന്യാക്കുഴി, ബാബു കൊച്ചുപുരയ്ക്കൽ, ശ്രീജ സനൽ, CDS മെമ്പർമാരായ മിനി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ ആരുടെയെങ്കിലും ലിസ്റ്റ് ഇല്ല എന്നൊരു പരാതി ഒന്നും വേണ്ട. എല്ലാവരും ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ബസ് ഇപ്പോൾ 1-2 പേരുടെ മേടിച്ചത് മാത്രമേ ഉള്ളൂ. ഈ 120 പേർക്കുള്ള കിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് വിതരണമായിട്ട് ഇവിടെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും എത്തിച്ചേരുക. അതുപോലെ ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഇതിൻ്റെ പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ലിസ്റ്റ് തയ്യാറെടുക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയ CDSന്റെ ചെയർപേഴ്സൺ ഓണവിപണിയിൽ രുചിവൈവിധ്യങ്ങൾ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബശ്രീ സംരംഭകർ. ഗുണമേന്മയേറിയ ചിപ്സും ശർക്കര വരട്ടിയും ചക്ക വറുത്തതുമൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണിവർ. ഓണക്കാലം മികച്ച വരുമാനം കൂടിയാണ് കുടുംബശ്രീ സംരംഭകർക്ക് സമ്മാനിക്കുന്നത്.
ഇടുക്കി നെടുങ്കണ്ടത്തെ ലക്ഷ്മി കുടുംബശ്രീ സംരംഭത്തിന്റെ രുചിപ്പെരുമ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള എക്സിബിഷനുകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച 5 വനിതകളുടെ ഉടമസ്ഥതയിലുള്ള ഈ സംരംഭം നിരവധി തവണ പങ്കെടുത്തിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ഓണക്കിറ്റിനായി ഉപ്പേരിയും ശർക്കര വരട്ടിയും തയ്യാറാക്കി ഇവർ സർക്കാരിന് കൈമാറിയിരുന്നു. ഇത്തവണ നാട്ടുകാരിൽ നിന്നും നിരവധി ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചിലെ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഏത്തക്കായും ചക്കയും മാങ്ങയും ഒക്കെ ഉപയോഗിച്ചാണ് വിവിധ ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റാണ് ലക്ഷ്മി സ്പൈസസ്. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഓണ വിഭവങ്ങൾ ഒരുക്കാറുണ്ട്. നിത്യമായിട്ട് തന്നെ കടയുണ്ടെങ്കിലും ഓണത്തിനുള്ള പ്രത്യേക വിഭവങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ഓണ വിഭവങ്ങൾ ഒരുക്കി ഇവിടെയുള്ള കർഷകരിൽ നിന്ന് വിലക്കെടുക്കുന്ന സാധനങ്ങൾ കൂടിയാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്. ചക്കയാണെങ്കിൽ ചക്കയുടെ ചുള, പച്ചച്ചുള അവരത് അടത്തി കുരു കളഞ്ഞ് കിലോയ്ക്ക് 60 രൂപ റേറ്റിൽ ഞങ്ങൾക്ക് തരും. അതാണ് ഞങ്ങൾ ഇവിടെ ചക്ക ചിപ്സായിട്ട് വറുത്ത് വിൽക്കുന്നത്. ഈ ഓണക്കാലത്ത് 10ഓളം പേർക്ക് തൊഴിൽ നൽകുവാനും ഇവർക്ക് സാധിച്ചു. ഉപ്പേരി, ശർക്കര വരട്ടി, കളിയടയ്ക്ക, ചക്ക വറുത്തത് എന്നിവ കൂടാതെ വിവിധ ഇനം അച്ചാറുകളും ധാന്യപ്പൊടികളും അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ഇവർ തയ്യാറാക്കി നൽകുന്നു. ഈ ഓണക്കാലത്ത് വിവിധ തരം പായസങ്ങളും വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്മി കുടുംബശ്രീ കൂട്ടായ്മ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം തകിൽ 2026 വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. നെടുങ്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് ആരംഭിച്ച മാവേലി ഘോഷയാത്രയോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിലെ 100 കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. പരമ്പരാഗത വേഷവിധാനങ്ങളോടെ അണിനിരുന്ന കുട്ടികളും മാവേലിയുടെ സാന്നിധ്യവും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് ഓണത്തിന്റെ തനിമ പകർന്നു. കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര HP പമ്പിന് സമീപമുള്ള നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൽ സമാപിച്ചു. തുടർന്ന് വിവിധ കലാവിനോദ പരിപാടികളോടെ ഓണാഘോഷം അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യ, വിവിധ ഓണക്കളികൾ, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശം പകരുന്നതായിരുന്നു വിവിധ ഓണക്കളികൾ. കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയിലേക്ക് പകരുന്നതിനൊപ്പം കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഒരുമിച്ച് അണിനിരത്തിയ ആഘോഷമായി തകിൽ 2020 മാറി. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓണത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും പരിപാടി വേദിയായി. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷം പങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. Direct care, diagnosis and treatment. Doctor's Clinical and Diagnostic Laboratory and patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number 1 health provider. Kripa Medical Center.
We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. മുല്ലക്കാനത്ത് ആര്യ മോഹനും കുടുംബത്തിനും ഇനി സ്വന്തം ഭവനത്തിൽ തലചായ്ക്കാം. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുല്ലക്കാനത്ത് ആര്യമോഹനും കുടുംബത്തിനുമായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ദേശീയ സേവാഭാരതി കേരളം നടപ്പിലാക്കുന്ന തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായി വാഴത്തോപ്പ് സേവാഭാരതി സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. സേവാഭാരതി വാഴത്തോപ്പ് പ്രസിഡന്റ് EN ബിനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് ആൻസി തോമസ് അഭിപ്രായപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് നമ്മളാലാകുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയാണ്. അത് ഇന്നല്ല കുറെ കാലമായിട്ട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അവരെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഒത്തിരി ത്യാഗത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോബർട്ട് ജോസഫ് താക്കോൽദാനം നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹക PV മനു മംഗളപത്രം സമർപ്പിച്ചു. EN സുരേഷ് സേവാ സന്ദേശം നൽകി. സേവാഭാരതി വാഴത്തോപ്പ് മണ്ഡലം സെക്രട്ടറി S അജിത് കുമാർ, ഭാരവാഹികളായ സുധീഷ് S, PM ബിജു, S വിജയകുമാർ, രാജൻ കൊടിഞ്ഞിയിൽ, ജയദേവൻ PK സുരേഷ്, ശിവൻ KK, വാർഡ് മെമ്പർ ജോബി ജെയ്സൺ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സേവന പ്രവർത്തനങ്ങളിലൂടെ അർഹരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യമാണ് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകിയത്. സിറ്റി വിഷൻ ഇടുക്കി. സിൽവർ ജൂബിലി നിറവിൽ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാൽനൂറ്റാണ്ടിന്റെ വിജയഗാഥ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പസിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ലെഗസി 2026 സംഘടിപ്പിച്ചു. വിവിധ ബാച്ചുകളിലെ 100 കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഓർമ്മകൾ പങ്കുവയ്ക്കാനും സൗഹൃദം പുതുക്കാനുമായി ക്യാമ്പസിലേക്ക് വീണ്ടും എത്തിയത്. ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ലെജൻസി 2026 മെഗാമീറ്റ് സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മെഗാമീറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജലജ MJ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ ഇടുക്കി ഹോം സ്റ്റേഷൻ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് സർവീസിൽ. അതുകൊണ്ട് തന്നെ പലരും 1, 2, 3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു പോകുന്നവരായിരിക്കും. എങ്കിൽ പോലും 2000 ആണ്ട് മുതൽ 2026 നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടേറെ പ്രിൻസിപ്പൽമാർ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കാൻ സാധിച്ചത്. അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസറും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിജീഷ് NV, വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ, ഡീൻമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അലുമിനി ഔട്ട്റീച്ച് അവാർഡുകളും വാളണ്ടിയർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സിറ്റി വിഷൻ ഇടുക്കി. പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ തറക്കല്ലിടിയിലും കുടുംബസംഗമവും വാർഷികാഘോഷവും നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ തറക്കല്ലിടിയിലും കുടുംബസംഗമവും വാർഷികാഘോഷവുമാണ് നടന്നത്. രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമവും വാർഷികാഘോഷവും വിശ്വകർമ്മ സൗഹൃദ നിധിയുടെ സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഷാജി ആര്യമംഗലം ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ തറക്കല്ലിടിയിലും കുടുംബസംഗമവും വാർഷികാഘോഷവും നടന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമവും വാർഷികാഘോഷവും നടന്നത്. സൗഹൃദ നിധിയുടെ സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഷാജി ആര്യമംഗലം ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ വിശ്വകർമ്മ സമൂഹത്തിന് മാതൃകയാണ് രാജകുമാരിയിലെ വിശ്വബ്രഹ്മോദയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വേദിയിൽ നിൽക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ നാടായ ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന ഈ പ്രദേശത്ത് വിശ്വബ്രഹ്മോദയം എന്ന കുടുംബ യൂണിറ്റിന് സ്വന്തമായി ഈ പട്ടണത്തിന്റെ സമീപത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങിക്കുവാനും അതിൽ ഇന്ന് ഭൂമി പൂജ നടത്തി വരും വർഷത്തിൽ ഉദ്ഘാടനം ചെയ്യത്തക്ക തരത്തിൽ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിയുന്നതിനുമുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് അതിന്റെ തറക്കല്ലടിയിൽ കർമ്മം നടന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുവാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും ഭാഗമായതിൽ നിങ്ങൾ ഏവരോടുമുള്ള നിറഞ്ഞ കടപ്പാട് അറിയിച്ചുകൊണ്ട് കുടുംബസംഗമത്തിന്റെയും വാർഷികാഘോഷത്തിന്റെയും ഭാഗമായി ട്രസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ബിനു നിർവഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഓണഫണ്ടുകളുടെ വിതരണവും നടന്നു. പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷിക ആഘോഷത്തിൽ വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ, സെക്രട്ടറി സുരേഷ് എള്ളിൽ, ട്രഷറർ അമ്പിളി സാബു, ഓഡിറ്റർ ബീന സുരേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ കെ എസ് സുരേഷ്, ബിന്ദു ബിജോ, കമ്മിറ്റി അംഗങ്ങളായ സതി സുബ്രഹ്മണ്യൻ, ശാന്ത പുലേന്ദ്രൻ, കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും ഓണസദ്യയും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വിവിധ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം. ഉടുമ്പൻചോല നിയോജക മണ്ഡലം ഓണം ടൂറിസം വാരാഘോഷ പരിപാടികൾക്ക് രാജാക്കാട്ടിൽ തുടക്കമായി. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാടിന് സമീപം കളീക്കൽപ്പടിയിൽ വശമിടിഞ്ഞ അപകടാവസ്ഥയിലായ ഭാഗം നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 1.64 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഓണാഘോഷത്തിന് വീണ്ടും തുടക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.